എന്താണ് മരണം, മരിച്ചവർ എവിടെ പോകും എന്നുള്ളതൊക്കെ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുവാനായിട്ടിടയായിത്തീർന്നു. എന്നാൽ വിശ്വാസിയായിരിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസ ജീവിതം നയിച്ചു കൊണ്ടിരുന്നതായ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്താൽ അവർ എവിടെ പോകും, ആത്മഹത്യ ചെയ്തവർ സ്വർഗത്തിൽ പോകുമോ എന്നുള്ളതായ ഒരു ചോദ്യം പൊതുവെ ദൈവജനത്തിൻ്റെ ഇടയിൽ ചോദിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് സഭയിലൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു സുപ്രഭാതത്തിൽ ആ വ്യക്തി ആത്മഹത്യ ചെയ്തതായിട്ട് കേൾക്കുന്നു. അങ്ങനെ ആത്മഹത്യ ചെയ്ത വ്യക്തിയുടെ ആത്മാവ് എവിടെയായിരിക്കും എന്നുള്ളതാണ്, അവർ സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ എന്നുള്ളതായ ചോദ്യങ്ങൾ ഉയരുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ തിരുവചനം നാം പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 6 ആത്മഹത്യകളെ പറ്റി ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ ഒന്ന് എന്ന് പറയുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 54-ാമത്തെ വാക്യത്തിൽ അബിമലേക്കിൻ്റെ മരണം അതൊരു ആത്മഹത്യയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുപോലെ തന്നെ 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ ഇസ്രയേലിൻ്റെ ആദ്യത്തെ രാജാവായിരുന്ന ശൗൽ രാജാവും തൻ്റെ ആയുധവാഹകനും ഒരേ ദിവസം ഒരേ സ്ഥലത്ത് വെച്ച് ആത്മഹത്യ ചെയ്യുന്നതായിട്ട് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. 2 ശമൂവേലിൻ്റെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം നാം പഠിക്കുമ്പോൾ അവിടെ അഹീതോഫിലിൻ്റെ എന്ന് പറയുന്നതായ പ്രവാചകൻ എന്തു ചെയ്യുന്നു? താൻ പറഞ്ഞ ആലോചന നിവർത്തിയാകുന്നില്ല എന്ന് കണ്ട് പോയി ആത്മഹത്യ ചെയ്യുന്നതായിട്ട് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അതുപോലെ തന്നെ 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ തിർസയുടെ രാജാവായിരിക്കുന്ന സിമ്രി ആത്മഹത്യ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പിന്നെ സുവിശേഷങ്ങൾ നാം പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്തതായ യൂദാ ഇസ്കരിയോത്ത് അവൻ ഞാന്നു ചത്തു എന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ ആത്മഹത്യകൾ നമുക്ക് ദൈവവചനത്തിൻ്റെ അകത്തളങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇവർക്കൊക്കെ പൊതുവെ ഉണ്ടായിരുന്നതായ ഒരു പ്രത്യേകത, ഇവരാരും നീതിമാന്മാരുടെ ഗണത്തിലായിരുന്നു എന്ന് നമുക്ക് പറയുവാൻ കഴിയാത്ത വ്യക്തി ജീവിതങ്ങളാണ്. അങ്ങനെ അത്ര വലിയ ക്ലിയർ ജീവിതം നയിച്ച വ്യക്തികളല്ല ഞാൻ ഈ പറയപ്പെട്ട 6 വ്യക്തികളും, ആത്മഹത്യ ചെയ്തതായ ഈ 6 വ്യക്തികളും. പലപ്പോഴും ആത്മഹത്യയെ നാം നിർവചിക്കുമ്പോൾ പല വിധത്തിൽ നമുക്കതിനെ നിർവചിക്കുവാനായിട്ട് കഴിയും. ചിലർ ആത്മഹത്യയെ കണ്ടത് താൽക്കാലികമായ പ്രശ്നത്തിൻ്റെ ശാശ്വത പരിഹാരമായിട്ടാണ്. ഒട്ടുമിക്ക ആത്മഹത്യയുടെ പിന്നിലും ജീവിതം വളരെ പ്രശ്നത്തിലാണ്, ആർക്കും ഒന്നിനും എന്നെ ഈ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയത്തില്ല എന്ന വിശ്വാസത്തോടെ ഉള്ള കീഴടങ്ങലാണ് ആത്മഹത്യ. അതായത് താൻ അനുഭവിക്കുന്നതായ പ്രശ്നം ആരെ കൊണ്ടും പരിഹരിക്കുവാൻ കഴിയത്തില്ല, ദൈവത്തെ കൊണ്ടുപോലും അതിന് ഒരു പരിഹാരം നൽകുവാൻ ആയിട്ട് കഴിയത്തില്ല എന്നുള്ള ചിന്തയിൽ നിന്നാണ് ആത്മഹത്യ ഉടലെടുക്കുന്നത്. വേറെ ചിലർ മാനസികമായ പ്രശ്നങ്ങൾ, അതായത് മനസ്സിൻ്റെ ഡിസോർഡറിൽ താളപ്പിഴകൾ, മനസ്സിനുണ്ടാകുന്ന താളപ്പിഴകൾ, അത് ചില വ്യക്തികളിൽ ആത്മഹത്യയിലേക്ക് നയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ ദൈവവചനത്തിൽ നാം പഠിക്കുമ്പോൾ ആത്മഹത്യ ഒരു പാപമാണെന്ന് ഒരു ഭാഗത്തും പറയുന്നില്ല. എന്നാൽ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം
അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ കൊല ചെയ്യരുത് എന്ന് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അപ്പോൾ കൊല ചെയ്യുന്നത് പാപമാണ്. ഈ ആത്മഹത്യ എന്ന് പറയുന്നതും ഒരു കൊലപാതകമാണ്. തന്നെത്താൻ ചെയ്യുന്നതായ ഒരു കൊലപാതകമാണ് ആത്മഹത്യ. അപ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആത്മഹത്യ ഒരു സ്വയം കൊലപാതകമാണ്. അതുകൊണ്ട് ഇതൊരു പാപമാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് 2 വശങ്ങളിലൂടെ നാം ഇതിനെ ചിന്തിക്കുമ്പോൾ ഇത് പാപം തന്നെയാണ്. ഒന്ന്, ദൈവശാസ്ത്രപരമായിട്ട് നാം ചിന്തിക്കുമ്പോൾ ജീവിതവും മരണവും നിർണയിക്കുവാൻ അവകാശമുള്ളത് ദൈവത്തിനാണ്, മനുഷ്യർക്കല്ല. പ്രായോഗികമായ തലത്തിൽ മറ്റൊരു വശമെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രായോഗിക തലമുണ്ട്. ഒന്ന് ദൈവശാസ്ത്രപരമായിട്ടാണ്. 31-ാം സങ്കീർത്തനത്തിൽ നാം മുൻകാല സമയങ്ങളിൽ കണ്ടതുപോലെ നമ്മുടെ നാളുകൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. യോബിൻ്റെ പുസ്തകത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു, നമ്മുടെ മാസങ്ങളുടെ എണ്ണം ദൈവത്തിൻ്റെ പക്കലാണ്. അപ്പോൾ നമ്മുടെ ആയുസ്സും നമ്മുടെ ആരോഗ്യവും നാം എത്ര നാൾ ഈ ലോകത്തിൽ ജീവിക്കണമെന്നും എവിടെ വരെ ജീവിക്കണം, എത്ര മാസം ജീവിക്കണമെന്നും എത്ര വർഷം ജീവിക്കണമെന്നും എത്ര നാൾ ജീവിക്കണമെന്നും എല്ലാം തീരുമാനിക്കുന്നത് ദൈവമാണ്. അപ്പോൾ ദൈവശാസ്ത്രപരമായിട്ട് ഇവരെടുക്കുന്നതായ കാര്യം തെറ്റായ ഒരു കാര്യമാണ്. കാരണം ജീവിതവും മരണവും നിർണയിക്കുവാൻ അവകാശമുള്ളത് വലിയവനായിരിക്കുന്ന ദൈവത്തിനാണ്. രണ്ടാമത്തെ ഇതിൻ്റെ ഒരു വശമെന്ന് പറയുന്നത് പ്രായോഗിക തലത്തിൽ, അതായത് പ്രായോഗിക ജീവിതത്തിൽ എന്താണ്, അവർ അനുഭവിക്കുന്നതായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സഹായിക്കുവാൻ ദൈവത്തിന് കഴിയത്തില്ല എന്നുള്ളതായ ഒരു ചിന്ത. അതുകൊണ്ടാണല്ലോ ആത്മഹത്യ. മറ്റൊന്നിലും പരിഹാരം നൽകുവാൻ, മറ്റാരും എന്നെ സഹായിക്കുവാൻ ഇല്ല എന്നുള്ള ചിന്ത മാത്രമല്ല, ദൈവത്തിനു പോലും ഇറങ്ങി പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല എന്നുള്ളതായ ഒരു ചിന്ത ആണ് ആത്മഹത്യയെ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഈ 2 വിധത്തിൽ നോക്കുമ്പോഴും ഇത് പാപമാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. അടുത്തതായി വേറൊരു ചോദ്യം, അങ്ങനെ സഭയിലൊക്കെ വന്നുകൊണ്ടിരുന്ന് ആരാധിച്ചു കൊണ്ടിരുന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നതായ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്താൽ സ്വർഗത്തിൽ പോകുമോ എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ടതായ ഒരു ചോദ്യം. ഈ ചോദ്യത്തിന് നിന്നൊരു കാര്യം നാം മനസ്സിലാക്കണം. ആത്മഹത്യ ചെയ്ത വ്യക്തി സ്വർഗത്തിൽ പോകുമോ എന്ന് ഒരാൾ ചോദിക്കുന്നതിൻ്റെ അർത്ഥം ഞാൻ മുമ്പ് പറഞ്ഞതാണ്. അതായത് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ ആരാധിച്ചു കൊണ്ടിരുന്നതായ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്താൽ അദ്ദേഹം സ്വർഗത്തിൽ പോകുമോ, ആ വ്യക്തി സ്വർഗത്തിൽ പോകുമോ എന്നുള്ളതായ ചോദ്യം. ഉത്തരം വളരെ ലളിതമാണ്. വിശ്വാസി ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം. ഉത്തരം അതാണ്. ഒന്ന് ഓർത്ത് നോക്കൂ. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലും അനുസരണത്തിലും ജീവിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യുവാൻ കഴിയുന്നത്? പൗലോസിൻ്റെ ലേഖനങ്ങൾ, പ്രത്യേകിച്ച് എഫെസ്യ ലേഖനമൊക്കെ നാം പഠിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? കർത്താവ് നമ്മെ വീണ്ടെടുത്ത് ആത്മാവെന്ന അച്ചാരം നൽകി നമ്മെ എന്ത് ചെയ്തു? വീണ്ടെടുപ്പ് നാളിലേക്ക് മുദ്ര ചെയ്യപ്പെട്ടവരാണ് വിശ്വാസികൾ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളതായ ഒരു വിശ്വാസി എങ്ങനെയാണ് തങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കാനേ പറ്റത്തില്ല? എങ്ങനെയാണ് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നതായ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുന്നത്? അപ്പോൾ വിശ്വാസി ആയി നടിച്ച ഒരു വ്യക്തി, അല്ലെങ്കിൽ വന്നുകൊണ്ടിരുന്നതായ ഒരു വ്യക്തി, ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നതായ വ്യക്തി ആത്മഹത്യ ചെയ്താൽ സ്വർഗത്തിൽ പോകുമോ എന്നുള്ള ചോദ്യം അവിടെ പ്രശസ്തമല്ല. കാരണം എന്താണെന്നറിയാമോ? വിശ്വാസി ആത്മഹത്യ ചെയ്യത്തില്ല എന്നുള്ളതാണ് സത്യം.
അതുമാത്രമല്ല, ഒന്നുകൂടെ ഓർക്കുക, ദൈവത്തിൻ്റെ വചനം പറയുന്നത് നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമെന്നാണ്. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. അതേ വചനം പറയുന്നു, ഈ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായിരിക്കുന്ന ശരീരത്തെ നീ തന്നെ നശിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആത്മഹത്യ പാപവും അത് ചെയ്യുന്നവൻ നിത്യനരകത്തിലേക്കും പോകുമെന്നുള്ളതാണ്. എത്ര വർഷം സഭയിൽ വന്നു എന്നുള്ളതിൻ്റെ ക്രെഡിറ്റിലല്ല സ്വർഗത്തിലേക്കുള്ളതായ പ്രവേശനം. എത്ര വർഷം ദൈവത്തെ ആരാധിച്ചു എന്നുള്ളത് അല്ല സ്വർഗത്തിലേക്ക് കയറുവാനുള്ളതായ എൻട്രി ഫീസ്. നാം ദൈവത്തെ ആരാധിക്കുവാൻ, നാം ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരും ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവരുമാണെങ്കിൽ നമുക്കൊരു വിഷയത്തിൻ്റെ മുമ്പിലും പതറേണ്ട കാര്യമില്ല. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവീക സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ക്രിസ്തുയേശുവിൽ കാക്കുന്നതാണ്. നമ്മുടെ നിലവുകളെയും നമ്മുടെ ഹൃദയങ്ങളെയും ക്രിസ്തുയേശുവിൽ കാക്കുവാൻ വലിയവനായിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കഴിയും. അതുകൊണ്ട് വിശ്വാസി ഒരിക്കലും ആത്മഹത്യക്ക് മുതിരില്ല, ആത്മഹത്യ ചെയ്യില്ല. ആരെങ്കിലും ചെയ്താൽ അങ്ങനെയുള്ളവരുടെ വിശ്വാസത്തെ നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നാം ആരെയും ജഡ്ജ് ചെയ്യുവാനോ വിധിക്കുവാനോ, ഇവരെ വിധിച്ച് സ്വർഗത്തിലേക്ക് കയറ്റാനോ മറ്റു ചിലരെ നരകത്തിലേക്ക് വിടാനോ അല്ല. ആ ഒരു ദൗത്യം എന്നിലും നിങ്ങളിലും നിക്ഷിപ്തമല്ല. മാനസികമായ പ്രശ്നങ്ങൾ കാരണം മനസ്സിൻ്റെ സമതല തെറ്റിയ ചിലർ ആത്മഹത്യ ചെയ്യാറുണ്ട്. അവരെവിടെയാണോ എന്നുള്ളതിൻ്റെ ഫൈനൽ തീരുമാനമെടുക്കേണ്ടത് ദൈവമാണ്. ആ ദൈവം അതിൻ്റെ ഫൈനൽ തീരുമാനം എടുക്കുക തന്നെ ചെയ്യും. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ആത്മഹത്യ എന്ന് പറയുന്നത് പാപമാണ്. ആത്മഹത്യ എന്ന് പറയുന്നത് സ്വന്തം ശരീരത്തെ നശിപ്പിക്കലാണ്. അങ്ങനെ സ്വന്തം ശരീരത്തെ നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. ആത്മഹത്യ പാപവും ആത്മഹത്യ ചെയ്യുന്നവൻ നിത്യ നരകത്തിന് അവകാശിയായിരിക്കുമെന്ന് ഇന്ന് പകൽക്കാലം മനസ്സിലാക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.